Hey learners, welcome back to Smart Slate PSC. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ HSC സോഷ്യൽ സയൻസിൽ ഇക്കണോമിക്സ് ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കിയത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 127/2023 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാർത്താവിനിമയം താഴെ തന്നിട്ടുള്ളവയിലെ ഏതു മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ പ്രാഥമിക മേഖല, ഓപ്ഷൻ ബി ദ്വിതീയ മേഖല, ഓപ്ഷൻ സി തൃതീയ മേഖല, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. വാർത്താവിനിമയം എന്ന് പറയുന്നത് സേവന മേഖലയിലാണ് ഉൾപ്പെടുന്നത്, അതായത് ഓപ്ഷൻ സി തൃതീയ മേഖല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉൽപാദന ഉപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സാമ്പത്തിക വ്യവസ്ഥ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മിശ്ര സമ്പദ് വ്യവസ്ഥ, ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, ഓപ്ഷൻ സി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, ഓപ്ഷൻ ഡി പോലീസ് സ്റ്റേറ്റ്. ഇവിടെ പൊതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്, അതായത് പബ്ലിക് ഉടമസ്ഥതയിലുള്ള സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നാണ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വ്യാപാരവുമായി ബന്ധപ്പെട്ട ആബ്സൊല്യൂട്ട് അഡ്വാൻറ്റേജ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചതാര്? ഓപ്ഷൻ എ റെയ്മണ്ട് വേർണൻ, ഓപ്ഷൻ ബി മൈക്കൽ പോർട്ടർ, ഓപ്ഷൻ സി ആഡം സ്മിത്ത്, ഓപ്ഷൻ ഡി ഡേവിഡ് റിക്കാർഡോ. ദ ആൻസർ ഈസ് ആഡം സ്മിത്ത്. ഇതൊരു ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്? ഓപ്ഷൻ എ 2.1%, ഓപ്ഷൻ ബി 3.6%, ഓപ്ഷൻ സി 3.5%, ഓപ്ഷൻ ഡി 1%. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 2.1%. അടുത്ത ചോദ്യം, തന്നിട്ടുള്ളവയിൽ ഏതു പൊതുമേഖലാ ബാങ്കിലാണ് ആന്ധ്ര ബാങ്ക് ലയിച്ചത്? ഓപ്ഷൻ എ യൂണിയൻ ബാങ്ക്, ഓപ്ഷൻ ബി കനറ ബാങ്ക്, ഓപ്ഷൻ സി പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ സി SBI. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ യൂണിയൻ ബാങ്ക്. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്ന തീയതി? ഓപ്ഷൻ എ 2015 ജനുവരി 1, ഓപ്ഷൻ ബി 2015 ഫെബ്രുവരി 8, ഓപ്ഷൻ സി 2015 ഫെബ്രുവരി 1, ഓപ്ഷൻ ഡി 2015 മാർച്ച് 31. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 2015 ഫെബ്രുവരി 8. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്, സ്ഥാപിച്ചത് എന്നാണ് എന്നല്ല ചോദ്യം, എന്നാണ് ആദ്യ സമ്മേളനം എന്നാണ്. അതുകൊണ്ട് തന്നെ 2015 ജനുവരി 1 എന്നുള്ള തീയതിയിലേക്ക് പോവരുത്. അടുത്ത ചോദ്യം നോക്കാം. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, കൊള്ളലാഭം ഇവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം? ഓപ്ഷൻ എ സാധന വിൽപ്പന നിയമം 1930, ഓപ്ഷൻ ബി അവശ്യ സാധന നിയമം 1955, ഓപ്ഷൻ സി അളവ് തൂക്ക നിലവാര നിയമം 1976, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അവശ്യ സാധന നിയമം 1955. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20/2022 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അതിലെ ചോദ്യങ്ങളാണ്. നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം? ഓപ്ഷൻ എ റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കൽ, ഓപ്ഷൻ ബി നോട്ട് അച്ചടിച്ചിറക്കൽ, ഓപ്ഷൻ സി റിപ്പോ റേറ്റ് കുറയ്ക്കൽ, ഓപ്ഷൻ ഡി റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കൽ. അടുത്ത ചോദ്യം നോക്കാം. നബാർഡ് രൂപീകരണത്തിലേക്ക് നയിച്ച CRAFICARD യുടെ അധ്യക്ഷൻ? ഓപ്ഷൻ എ കെ നാഗരാജ്, ഓപ്ഷൻ ബി GR ചിന്താല, ഓപ്ഷൻ സി MS സ്വാമിനാഥൻ, ഓപ്ഷൻ ഡി ബി ശിവരാമൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ബി ശിവരാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. UPIയുടെ മുഴുവൻ രൂപം? ഓപ്ഷൻ എ യുണൈറ്റഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, ഓപ്ഷൻ ബി യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, ഓപ്ഷൻ സി യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻട്രസ്റ്റ്, ഓപ്ഷൻ ഡി യൂണിഫൈഡ് പ്രോഗ്രാം ഇൻ്റർഫേസ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു മേഖലയിൽ ചെലവഴിക്കുന്നത് കൊണ്ട് നഷ്ടമാകുന്ന മറ്റൊരു മേഖലയിൽ ഉണ്ടാക്കാമായിരുന്ന നേട്ടമാണ്? ഓപ്ഷൻ എ അവസര ചെലവ്,
ഓപ്ഷൻ ബി യഥാർത്ഥ ചെലവ്, ഓപ്ഷൻ സി അധിക ചെലവ്, ഓപ്ഷൻ ഡി പരമാവധി ചെലവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അവസര ചെലവ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അടുത്ത ചോദ്യം, ഉപഭോക്തൃ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് സഹായകമാകുന്ന കേന്ദ്ര പ്രവണത അളവ്. ഓപ്ഷൻ എ മീൻ, ഓപ്ഷൻ ബി മീഡിയൻ, ഓപ്ഷൻ സി മോഡ്, ഓപ്ഷൻ ഡി റേഞ്ച്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ. ഓപ്ഷൻ എ ഭക്ഷ്യധാന്യം, ഓപ്ഷൻ ബി ഇന്ധനം, ഓപ്ഷൻ സി ഓട്ടോമൊബൈൽ, ഓപ്ഷൻ ഡി ആഡംബര വസ്തുക്കൾ. കറക്റ്റായിട്ടുള്ള ഉത്തരം 2 ആൻസേഴ്സ് വരുന്നുണ്ട്. ഒന്ന് ഭക്ഷ്യധാന്യവും മറ്റൊന്ന് ഇന്ധനവുമാണ്. അതായത് ഭക്ഷ്യധാന്യവും ഇന്ധനവും എത്ര ഹൈ പ്രൈസ് ആയാലും നമുക്കത് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡിൽ കുറവ് വരില്ല. അതാണ് ഭക്ഷ്യധാന്യവും ഇന്ധനവും എന്ന് പറയുന്നത്. ഓട്ടോമൊബൈലും ആഡംബര വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കുറയുന്ന വസ്തുക്കളാണ്. അപ്പോൾ അതാണ് 1 and 2 ആണ് ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഉപഭോക്തൃ വ്യവഹാരത്തിൻ്റെ ഓർഡിനൽ സമീപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഉപഭോക്താവിൻ്റെ സംതൃപ്തിയെ സാംഖ്യികമായി കണക്കാക്കുന്നു, ഓപ്ഷൻ ബി പൗരാണിക സാമ്പത്തിക ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച സമീപനം, ഓപ്ഷൻ സി ഉപഭോക്താവിൻ്റെ സംതൃപ്തിയെ ഗുണാത്മകമായി കണക്കാക്കുന്നു, ഓപ്ഷൻ ഡി ആൽഫ്രഡ് മാർഷലും സഹായികളും ഈ സമീപനത്തെ അംഗീകരിക്കുന്നു. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഉപഭോക്താവിൻ്റെ സംതൃപ്തിയെ ഗുണാത്മകമായി കണക്കാക്കുന്നു. ഓർഡിനൽ സമീപനമാണ് ചോദിച്ചിട്ടുള്ളത്. കൺസ്യൂമർ ബിഹേവിയറിലെ ഓർഡിനൽ സമീപനവും കാർഡിനൽ സമീപനവും നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ക്വസ്റ്റ്യനാണിത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ GDPയിൽ 2020-21 വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് കാണിച്ച മേഖല. ഓപ്ഷൻ എ കാർഷിക മേഖല, ഓപ്ഷൻ ബി വ്യാവസായിക മേഖല, ഓപ്ഷൻ സി സേവന മേഖല, ഓപ്ഷൻ ഡി കൃഷി അധിഷ്ഠിത വ്യാവസായിക മേഖല. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സേവന മേഖല. 2020-21 പീരീഡ് എന്ന് പറയുന്നത് ഒരു കോവിഡ് ഇറയായിരുന്നു അല്ലേ, കോവിഡ് പീരീഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാ മേഖലകളിലും പൊതുവേ എന്തായിരുന്നു, വളർച്ച കുറവായിരുന്നു. കാർഷിക മേഖലയിൽ മാത്രമാണ് വളർച്ച കുറച്ച് കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് 2 മേഖലകളിലും കുറവായിരുന്നു. അപ്പോൾ സേവന മേഖലയിലാണ് ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാളുടെ ആകെ വാർഷിക വരുമാനം 10 ലക്ഷം രൂപയും പ്രത്യക്ഷ നികുതിയായി അടയ്ക്കേണ്ടത് 1,25,000 രൂപയുമാണെങ്കിൽ അയാളുടെ ഉപയോഗിക്കത്തക്ക വരുമാനം എത്ര? ഓപ്ഷൻ എ 10 ലക്ഷം, ഓപ്ഷൻ ബി 8,75,000, ഓപ്ഷൻ സി 11,25,000, ഓപ്ഷൻ ഡി 1,25,000. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 8,75,000 ആണ്. ഡിസ്പോസിബിൾ ഇൻകം അല്ലെങ്കിൽ ഉപയോഗിക്കത്തക്ക വരുമാനം എന്ന് പറയുന്നത് മൊത്തം വാർഷിക വരുമാനത്തിൽ നിന്നും നമ്മൾ അടയ്ക്കേണ്ട പ്രത്യക്ഷ നികുതി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് ഡിസ്പോസിബിൾ ഇൻകം കിട്ടുന്നത്. അതായത് വാർഷിക വരുമാനം മൈനസ് ഡയറക്റ്റ് ടാക്സ്. അപ്പോഴാണ് നമുക്ക് ഡിസ്പോസിബിൾ ഇൻകം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 8,75,000. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാനവിക മൂലധന സിദ്ധാന്തം ഹ്യൂമൻ ക്യാപിറ്റൽ തിയറിയുമായി ബന്ധമുള്ള ചിന്തകൻ. ഓപ്ഷൻ എ ആഡം സ്മിത്ത്, ഓപ്ഷൻ ബി ജോൺ മാർഷൽ, ഓപ്ഷൻ സി JM കെയ്ൻസ്, ഓപ്ഷൻ ഡി ഗാരി ബക്കർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഗാരി ബക്കർ. അടുത്ത ചോദ്യം നോക്കാം. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ 1-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 2-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 9-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 11-ാം പഞ്ചവത്സര പദ്ധതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2-ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം. ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം. ഓപ്ഷൻ എ മഹാരാഷ്ട്ര,
ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി ബീഹാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2021 വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ എ 113, ഓപ്ഷൻ ബി 139, ഓപ്ഷൻ സി 140, ഓപ്ഷൻ ഡി 131. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 140. അടുത്ത ചോദ്യം. നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ ആദ്യ സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി ഹരിയാന, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കേരളം. അടുത്ത ചോദ്യം. UNDPയുടെ 2020 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ എ 129, ഓപ്ഷൻ ബി 131, ഓപ്ഷൻ സി 130, ഓപ്ഷൻ ഡി 132. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 131. അടുത്ത ചോദ്യം നോക്കാം. 2020 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക്. ഓപ്ഷൻ എ 7:1000, ഓപ്ഷൻ ബി 9:1000, ഓപ്ഷൻ സി 8:1000, ഓപ്ഷൻ ഡി 10:1000. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 7:1000. ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 1000 കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര പേര് ഒരു വയസ്സിനുള്ളിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. 2011 സെൻസസ് അനുസരിച്ച് കേരള ജനസംഖ്യയിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ ആകെ ശതമാനം എത്ര? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 15. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ചരക്ക് സേവന നികുതിയുടെ നിശ്ചയിച്ച സ്ലാബിൽ പെടാത്ത നിരക്കേത്? ഓപ്ഷൻ എ 5%, ഓപ്ഷൻ ബി 18%, ഓപ്ഷൻ സി 12%, ഓപ്ഷൻ ഡി 15%. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 15%. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് PQLIയുടെ ഘടകങ്ങൾ ഏവ? ഓപ്ഷൻ എ കുറ്റകൃത്യ നിരക്ക്, സുസ്ഥിര വികസനം, പാർപ്പിട സൗകര്യം. ഓപ്ഷൻ ബി വായുമലിനീകരണം, ജലമലിനീകരണം, ആരോഗ്യം. ഓപ്ഷൻ സി ആരോഗ്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി. ഓപ്ഷൻ ഡി ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, സാക്ഷരത. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, സാക്ഷരത. മുൻവർഷങ്ങളിൽ HSI സോഷ്യൽ സയൻസിന് എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ HSI പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.